ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ ബ്രിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു റെക്റ്റാങ്കുലർ സ്ട്രക്ചറാണ്, റെക്റ്റാങ്കുലർ ഷേപ്ഡ് ആണ്, റെഡിഷ് ഇൻ കളറാണ്, അതുപോലെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. അപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബ്രിക്സ്. അത് മെയിൻലി അതിൻ്റെ ഡ്യൂറബിലിറ്റി, അതിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ അവൈലബിലിറ്റി ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ ബ്രിക്സിനെ ഒരു ബിൽഡിംഗ് യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. So the bricks may be defined as small, solid or cored building unit in the shape of a rectangular block composed of inorganic and non-metallic substances and hardened by heat or chemical action. അപ്പോൾ ഹീറ്റ് അല്ലെങ്കിൽ കെമിക്കൽ ആക്ഷൻ കാരണം ഹാർഡൻ ചെയ്ത ഒരു ഇൻഓർഗാനിക് ആൻഡ് നോൺ മെറ്റാലിക് സബ്സ്റ്റൻസസ് കൊണ്ടുണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ബ്രിക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ബിൽഡിംഗ് വാൾസ് എല്ലാം ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ബ്രിക്സ് ആണ്. ആൻഡ് ദേ ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ്. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഡ്യൂറബിലിറ്റി, സ്ട്രെങ്ത് ആൻഡ് ഈസി അവൈലബിലിറ്റി. അപ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് ഈസിലി അവൈലബിൾ ആണ്, ഡ്യൂറബിൾ ആണ്, അതുപോലെ നല്ല സ്ട്രെങ്ത് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്റ്റെൻസീവ്ലി ബ്രിക്സിനെ കൺസ്ട്രക്ഷൻ പർപ്പസസിനെ യൂസ് ചെയ്യുന്നത്. നൗ ദ സൈസ് ഓഫ് ബ്രിക്സ്. അപ്പോൾ ജനറലി നമ്മൾ സൈസ് പറയുമ്പോൾ ദ ലെങ്ത് ഓഫ് ദ ബ്രിക്ക് ഷുഡ് ബി ഡബിൾ ദ വിഡ്ത്ത് പ്ലസ് തിക്നെസ് ഓഫ് വൺ മോട്ടാർ ജോയിന്റ്. അപ്പോൾ നമ്മളൊരു ബ്രിക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ദ ലെങ്ത് ഷുഡ് ബി ഡബിൾ ദ വിഡ്ത്ത് പ്ലസ് ദ തിക്നെസ് ഓഫ് ദ മോട്ടാർ ജോയിന്റ്. മോട്ടാർ ജോയിന്റിന്റെ തിക്നെസ്സും കൂടി ആഡ് ചെയ്ത് വിഡ്ത്തിന്റെ ഡബിൾ ആയിരിക്കണം നമ്മുടെ ബ്രിക്കിന്റെ ലെങ്ത്. അപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് സൈസ് ആയിട്ട് നമ്മൾ ബ്രിക്സിന്റെ ബിൽഡിംഗ് ബ്രിക്കിന്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 190 mm by 90 mm by 90 mm ആണ്. ഇനി നമ്മൾ ട്രഡീഷണലി യൂസ് ചെയ്യുന്ന ബ്രിക്കിന്റെ സൈസ് 230 by 1114 by 76 mm ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഇസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രിക്സ്. അപ്പോൾ ജനറലി നമുക്ക് ബ്രിക്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അൺബേൺഡ് ബ്രിക്സ് ആൻഡ് ബേൺഡ് ബ്രിക്സ്. സോ ആസ് എ നെയിം സജസ്റ്റ് നമുക്ക് പറയാം, അൺബേൺഡ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ അവർ കൂടുതലായിട്ടും സൺ ഡ്രൈഡ് ആയിട്ടുള്ള ബ്രിക്സ് ആയിരിക്കും. അപ്പോൾ സണ്ണിൻ്റെ ചൂട് കൊണ്ട് ഡ്രൈ ആയിട്ടുള്ള ബ്രിക്സ് ആണ്. അത് ഓവർ ബേൺഡ് ആവാനുള്ള ഒരു ചാൻസസും ഇല്ല. അത് കൂടുതലായിട്ടും അപ്പോൾ അത് നമ്മൾ ടെമ്പററി വർക്ക്സിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, വളരെ പെർമനൻറ്റ് സ്ട്രക്ചേഴ്സിനൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. സോ ദ അൺബേൺഡ് ബ്രിക്സ് ആർ നോൺ ആസ് സൺബേൺഡ്. അപ്പോൾ അതിന് നമ്മൾ വിളിക്കുന്നത് സൺ ഡ്രൈഡ് ബ്രിക്സ് ആണ്. ദേ ആർ ഡ്രൈഡ് ബൈ ദ ഹീറ്റ് കമ്മിങ് ഫ്രം ദ സൺ. സണ്ണിൻ്റെ ഹീറ്റിൽ നിന്ന് ആണ് അത് ഡ്രൈ ആവുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ് ഫോർ ടെമ്പററി സ്ട്രക്ചേഴ്സ്. അപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ കൂടുതലായിട്ടും അൺബേൺഡ് ബ്രിക്സ് യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ബേൺഡ് ബ്രിക്സ് ആണ്. ദേ ആർ മെയ്ഡ് ബൈ ബേണിംഗ് ഇൻ ദ കിൽൻസിൽ ബേൺ ചെയ്തിട്ടാണ് നമുക്ക് ബേൺഡ് ബ്രിക്സ് കിട്ടുന്നത്. അപ്പോൾ നല്ല ഹീറ്റിലായിരിക്കും, അതിനെ നല്ല ടെമ്പറേച്ചറിലും നല്ല പ്രഷറിലും നമ്മൾ ഹീറ്റ് ചെയ്ത് കിട്ടുന്ന ബ്രിക്സ് ആണ് ബേൺഡ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പെർമനന്റ് കൺസ്ട്രക്ഷൻ വർക്ക്സിന് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബേൺഡ് ബ്രിക്സിനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ്, സെക്കൻഡ് ക്ലാസ് ബ്രിക്സ്, തേർഡ് ക്ലാസ് ബ്രിക്സ് ആൻഡ് ക്ലിൻ റിജക്ട്സ്. അപ്പം ഇങ്ങനെ 4 തരമായിട്ടാണ് നമ്മൾ ബേൺഡ് ബ്രിക്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ അത് മെഷീൻ മോൾഡഡ് ആയിരിക്കും. സോ ആസ് എ നെയിം സജസ്റ്റ് അത് ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ബ്രിക്കാണ്, മെഷീൻ മോൾഡഡ് ആണ്, നല്ല ഷാർപ്പ് എഡ്ജസ് ആയിരിക്കും, അതുപോലെ ക്രാംസോ അങ്ങനെ സ്ക്രാച്ചസ് അങ്ങനെ ലംസ് അതൊന്നും കാണില്ല ബ്രിക്സിൽ. അപ്പോൾ നമ്മൾ ഫേസിങ് വാൾസിൻ്റെയും എല്ലാ കൺസ്ട്രക്ഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രിക്സ് ആയിരിക്കും ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ്. സോ ദീസ് ആർ ദ മെഷീൻ ഓർ ടേബിൾ മോൾഡഡ്. അപ്പോൾ മെഷീൻ അല്ലെങ്കിൽ ടേബിൾ മോൾഡഡ് ആണ്. ദേ ആർ വെൽ ഡ്രൈഡ് ആൻഡ് റെക്ടാങ്കുലർ ഇൻ ഷേപ്പ്, ക്ലീൻ ആൻഡ് ഇവൻ സർഫസ്. ക്ലീൻ ആയിരിക്കും, ഇവൻ സർഫസ് ആയിരിക്കും. ഓൺ ബീങ് ഫ്രാക്ചേർഡ് ഇന്റീരിയർ സർഫസ് ഷാൽ ഷോ യൂണിഫോം ആൻഡ് കോമ്പാക്ട്. അപ്പോൾ യൂണിഫോമും കോമ്പാക്ട് സ്ട്രക്ചർ ആണുള്ളത്. അതുപോലെ ദേ ആർ ഫ്രീ ഫ്രം ക്രാക്സ് ഓർ ലംസ് and they are used for construction of load bearing walls, pavement, flooring etc. and the water absorption. ഇനി ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിന്റെ വാട്ടർ അബ്സോർപ്ഷൻ 15%ലും കൂടാൻ പാടില്ല. It should be a 15% of dry weight. അപ്പോൾ ജനറലി ബ്രിക്സിന്റെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 20%നെ എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കേസിൽ 15% എക്സീഡ് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് ഫോർ ദ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് ടേബിൾ മോൾഡഡ് ആയിരുന്നു, പക്ഷേ സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് മോൾഡഡ് ആണ്. സോ ഇത് ഗ്രൗണ്ട് മോൾഡഡ് ആൻഡ് ബേൺഡ് ഇൻ ക്ലിൻസ്. These type of bricks are also rectangular in shape with well defined, നല്ല ഡിഫൈൻ ചെയ്ത എഡ്ജസ് ഉള്ള റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ബ്രിക്സ് തന്നെയാണ്. പക്ഷേ കുറച്ച് ഇറഗുലാരിറ്റീസ് ഉണ്ടാവും. They are having a slight irregularity in size
ആൻഡ് ഇറ്റ് ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ഫോർ മേസൺട്രി കൺസ്ട്രക്ഷൻ. മേസൺട്രി കൺസ്ട്രക്ഷന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ഫേസസ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യും. മറ്റേ കേസിൽ നമുക്ക് ഫേസ് വാൾ ആയിട്ട് വരെ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിനെ യൂസ് ചെയ്യാം. ഇത് കുറച്ച് ഇറഗുലാരിറ്റീസ് ഉള്ളത് കാരണം നമ്മൾ ഇതിനെ മോട്ടർ അല്ലെങ്കിൽ കോൺക്രീറ്റ് വെച്ച് മോട്ടർ വെച്ച് പ്ലാസ്റ്റർ ചെയ്യും. ഇതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ ഷുഡ് നോട്ട് എക്സിഡ് 22% ആണ്. ഡ്രൈ വെയിറ്റിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല ഇൻ ദ കേസ് ഓഫ് സെക്കൻഡ് ക്ലാസ് ബ്രിക്സ്. നെക്സ്റ്റ് ഇസ് തേർഡ് ക്ലാസ് ബ്രിക്സ്. തേർഡ് ക്ലാസ് ബ്രിക്സ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് മോൾഡഡ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ബേൺഡ് ഇൻ ക്ലാം ആൻഡ് മേ ബി സ്ലൈറ്റ്ലി ഓവർ ബേൺഡ് ഓർ അണ്ടർ ബേൺഡ്. അപ്പോൾ ഈ കേസിൽ തേർഡ് ക്ലാസ് ബ്രിക്സ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് മോൾഡഡ് തന്നെയാണ്, പക്ഷേ സ്ലൈറ്റ്ലി അണ്ടർ ബേൺഡ് ആവാം അല്ലെങ്കിൽ ഓവർ ബേൺഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടുത്തെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 24% ആണ്. 24% ഓഫ് ദ ഡ്രൈ വെയിറ്റിലെ എക്സിഡ് ചെയ്യരുത്. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് തേർഡ് ക്ലാസ് ബ്രിക്സ്. ആൻഡ് നെക്സ്റ്റ് ഇസ് സ്കിൻ റിജക്ട്. അപ്പോൾ ഇത് റിജക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എന്തായാലും ബേൺഡ് ആയിട്ടുള്ള ബ്രിക്സ് ആയിരിക്കും. ദേ ആർ ഓവർ ബേൺഡ് വിത്ത് ഇറഗുലർ ഷേപ്പ്. അപ്പോൾ ഓവർ ബേൺഡ് ആണ്, അതുപോലെ ഇറഗുലർ ഷേപ്പ് ആണ്, സൈസ് ആണ്. അങ്ങനെയുള്ള ബ്രിക്സ് ആണ് ക്ലിൻ റിജക്ട് എന്ന് പറയുന്നത്. ദേ ആർ ഡാർക്ക് ഇൻ കളർ. അപ്പോൾ ഡാർക്ക് കളേർഡ് ആയിരിക്കും, അതുപോലെ ബ്രിട്ടിലാണ്. പിന്നെ നമുക്ക് നോർമൽ എഞ്ചിനീയറിംഗ് വർക്ക്സിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മൾ റോഡ് കൺസ്ട്രക്ഷനൊക്കെ ഇത് അഗ്രഗേറ്റ് ആയിട്ട് നമുക്ക് പൊടിച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് ഇസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബ്രിക്ക്. ബ്രിക്കിന്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം കളർ. അപ്പോൾ കളർ എന്ന് പറയുന്നത് എന്താണ്? നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ആയിരിക്കണം, യൂണിഫോം കളർ ആയിരിക്കണം. സോ ദാറ്റ് ഈസ് എ കളർ ഷുഡ് ബി യൂണിഫോം ആൻഡ് ബ്രൈറ്റ്. ഷേപ്പ് ഷാർപ്പ് എഡ്ജ് ആയിരിക്കണം, റൈറ്റ് ആംഗിൾഡ് കോർണേഴ്സ് ആയിരിക്കണം, അതുപോലെ പ്ലെയിൻ സർഫസ് ആയിരിക്കണം. സോ ദേ ഷുഡ് ബി ഹാവ് പ്ലെയിൻ ഫേസസ്, ഷാർപ്പ് ആൻഡ് റൈറ്റ് ആംഗിൾഡ് കോർണേഴ്സ്. ഇനി സൈസ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് സൈസ് ആയിരിക്കണം ബ്രിക്സിന്. സ്റ്റാൻഡേർഡ് സൈസ്, നമ്മളുടെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറഞ്ഞാൽ 190 mm by 90 mm by 90 mm ആണ്. So this is a standard size that is prescribed by the code. Now ടെസ്റ്റർ എന്ന് പറയുന്നത് ഫൈൻ ആയിരിക്കണം, അതുപോലെ ഡെൻസ് ആയിരിക്കണം, യൂണിഫോം ടെസ്റ്റർ ആയിരിക്കണം. വേറെ ക്രാക്സോ കാവിറ്റീസ് ഫിഷേഴ്സ് ലൂസ് ഗ്രിഡ് അൺബേൺഡ് ലൈൻ അങ്ങനെയുള്ള സബ്സ്റ്റൻസസ് ഒന്നും പാടില്ല. നെക്സ്റ്റ് ഇസ് സൗണ്ട്നെസ്. അപ്പോൾ നമ്മൾ സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റാലിക് ഹാമർ വെച്ച് നമ്മൾ ഇതിനെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു ബ്രിക്ക് വെച്ച് നമ്മളൊരു ബ്രിക്കിനെ സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മെറ്റാലിക് സൗണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യണം. സോ വെൻ സ്ട്രക്ക് വിത്ത് ഹാമർ ഓർ വിത്ത് അനദർ ബ്രിക്ക് ഇറ്റ് ഷുഡ് പ്രൊഡ്യൂസ് എ മെറ്റാലിക് സൗണ്ട്. അപ്പോൾ ഒരു മെറ്റാലിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്രിക്ക് നല്ല സൗണ്ട് ആയിട്ടുള്ള ബ്രിക്ക് ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇസ് എ ഹാർഡ്നെസ്. സോ വെൻ യു ആർ സ്ക്രാച്ച് ബ്രിക്ക് യൂസിങ് യുവർ ഫിംഗർ, നമ്മൾ ഫിംഗർ ഉപയോഗിച്ച് ഒരു ബ്രിക്കിനെ സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇംപ്രഷൻസ് ഉണ്ടായില്ലെങ്കിൽ ദാറ്റ് ഇസ് എ ഗുഡ് ബ്രിക്ക്, അതൊരു നല്ല ബ്രിക്ക് ആണെന്നാണ്. സോ ദാറ്റ് ഈസ് ഫിംഗർ സ്ക്രാച്ചിങ് ഷുഡ് നോട്ട് പ്രൊഡ്യൂസ് എനി ഇംപ്രഷൻസ്. അപ്പോൾ നമ്മൾ സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഒരു ഇംപ്രഷൻസും ബ്രിക്കിൽ ഉണ്ടാകാൻ പാടില്ല. നെക്സ്റ്റ് ഇസ് എ സ്ട്രെങ്ത്. അപ്പോൾ ക്രഷിംഗ് സ്ട്രെങ്ത് ഷുഡ് നോട്ട് ബി, ഇപ്പോൾ ബ്രിക്കിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത് ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 3.5 Newton/mm². 3.5 Newton/mm² കുറയാൻ പാടില്ല നമ്മളുടെ ബ്രിക്കിന്റെ സ്ട്രെങ്ത്. അതുപോലെ ഒരു ഫീൽഡ് ടെസ്റ്റ് ആണെങ്കിൽ നമ്മളൊരു ബ്രിക്കിനെ ഒരു 0.9 to 1 meter ഹൈറ്റിൽ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ബ്രേക്ക് ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ആയില്ലെങ്കിൽ ദാറ്റ് ഇസ് നല്ല ഹൈ സ്ട്രെങ്ത് ഉള്ളൊരു ബ്രിക്കാണ്. നെക്സ്റ്റ് ഇസ് വാട്ടർ അബ്സോർപ്ഷൻ. അപ്പോൾ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബ്രിക്കിനെ 24 hours കൂൾ വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആൻഡ് ദെൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ 20%-ലും കൂടാൻ പാടില്ല. ദാറ്റ് ഇസ് എ വാട്ടർ. സോ ആഫ്റ്റർ ഇമേർഷൻ ഇൻ ദ brick in water for 24 hours, water absorption should not be more than 20% by dry weight. For class 1 bricks, this limit is 15%. അപ്പോൾ അതിൻ്റെ സാച്ചുറേഷൻ ബ്രിക്കിൽ 24 hours നമ്മൾ വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് വൺസ് അത് അതിൻ്റെ സാച്ചുറേഷൻ ലിമിറ്റിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ 20% ഓഫ് ഡ്രൈ വെയിറ്റിലും കൂടാൻ പാടില്ല വാട്ടർ അബ്സോർപ്ഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിൽ 15%-ൽ കുറവായിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. നൗ എഫ്ലോറസെൻസ്. അപ്പോൾ എഫ്ലോറസെൻസ് എന്ന് പറയുന്നത് നമ്മളുടെ മോയ്സ്ചർ പാസ് ചെയ്ത് കഴിയുമ്പോൾ അത് കുറച്ച് സോൾട്സിനെ ഡിസോൾവ് ചെയ്യും. ആ സോൾട്സ് വൺസ് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രിക്കിൻ്റെ സർഫസിൽ ഡെപ്പോസിറ്റഡ് ആയിട്ട് കിടക്കും, ഒരു വൈറ്റ് സോൾട്ട് ഒക്കെ ആയിട്ട്. അതിനെയാണ് നമ്മൾ എഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. The brick should not show white patches when soaked in water for 24 hours and then allowed to dry in shade. White patches are due to the presence of sulfate. ഈ വൈറ്റ് പാച്ചസ് ഉണ്ടാവാനുള്ള കാരണം because of the presence of sulfate of calcium, magnesium and potassium, and they keep the masonry permanently in damp and wet conditions. അപ്പം
ഡാംനെസ് കാരണമാണ് എഫ്ലോറസെൻസ് ഉണ്ടാവാനുള്ള ചാൻസ്. അപ്പം എഫ്ലോറസെൻസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. എഫ്ലോറസെൻസ് ഉണ്ടെങ്കിൽ അത് നല്ലൊരു ബ്രിക്ക് അല്ല, അത് മോയിസ്റ്റ് അല്ലെങ്കിൽ വെറ്റ് ആയിട്ടുള്ള ഒരു ബ്രിക്ക് ആയിരിക്കും. ദിസ് ഇസ് തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ ബ്രിക്സിന് എപ്പോഴും ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആണ് വേണ്ടത്. ബിക്കോസ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് or in order to keep the building cool in summer and warm in winter. വിന്ററിൽ വാം ആക്കി വെക്കാനും സമ്മറിൽ കൂൾ ആക്കി വെക്കാനായിട്ടും ലോ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു ബ്രിക്സ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. നെക്സ്റ്റ് സൗണ്ട് ഇൻസുലേഷൻ. സോ ഹെവിയർ ബ്രിക്സ് ആർ പുവർ ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഹെവിയർ ആയിട്ടുള്ള ബ്രിക്സ് പുവർ ഇൻസുലേറ്റേഴ്സ് ഓഫ് സൗണ്ട് ആണ്. പക്ഷേ ലൈറ്റ് ബ്രിക്സ് ആർ ഗുഡ് ഇൻസുലേറ്റേഴ്സ് ഓഫ് സൗണ്ട്. നെക്സ്റ്റ് ഇസ് ഫയർ റെസിസ്റ്റൻസ്. ഫയർ റെസിസ്റ്റൻസ് എല്ലാ ബ്രിക്കും നല്ല ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. In fact, bricks are used to encase steel columns to protect them from fire. അപ്പം ഫയറിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീൽ കോളംസിനെല്ലാം ഹീറ്റിൽ നിന്നും അല്ലെങ്കിൽ ഫയറിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ബ്രിക്സ് ഉപയോഗിച്ച് നമ്മൾ എൻക്ലോസ് ചെയ്യാറുണ്ട്. സോ ബ്രിക്സ് ആർ ഗുഡ് ഫയർ റെസിസ്റ്റേഴ്സ്. നല്ല ഫയർ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ബ്രിക്സിന്. നെക്സ്റ്റ് ഇസ് ദ യൂസസ് ഓഫ് ബ്രിക്സ് ഇൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഇപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നമ്മൾ മെയിൻലി വാൾസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടും ഡെക്കറേറ്റീവ് വർക്ക്സ്, ഓർണമെന്റൽ പേർപ്പസസ് അതിനെല്ലാം വേണ്ടിയിട്ടാണ്. പിന്നെ അഗ്രഗേറ്റ് ആയിട്ട് നമ്മുടെ പൊടിച്ച അഗ്രഗേറ്റ് ആയിട്ട് റോഡ് പേയ്മെന്റ് കൺസ്ട്രക്ഷൻസിനെല്ലാം നമ്മൾ ബ്രിക്സ് യൂസ് ചെയ്യാറുണ്ട്. സോ ദേ ആർ യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് വാൾസ്, ഫ്ലോർസ്, ആർച്ചസ് ആൻഡ് കോർണിസസ്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജസ് ആൻഡ് ഡാംസ് ആൻഡ് യൂസ്ഡ് ഫോർ പേവിംഗ് ആൻഡ് റോഡ് വർക്ക്. ആൻഡ് ദേ ആർ യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിക്ക് റിട്ടൈനിങ് വാൾ ഇൻ ഫർണസസ് ആൻഡ് ചിമ്മിനീസ്. സിൻസ് അത് നല്ല ഫയർ റെസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിമ്മിനീസിലും അതുപോലെ തന്നെ ഫർണേസസിലൊക്കെ റിട്ടൈനിങ് വാൾസ് ആയിട്ട് യൂസ് ചെയ്യാം. ഓർണമെന്റൽ വർക്ക്സിന് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് മേക്കിംഗ് കുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺക്രീറ്റിൽ അഗ്രഗേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കുവ. അതായത് ബ്രോക്കൺ പീസസ് ഓഫ് റിക്വയർഡ് സൈസ് ആണ്. ഇനി സുർഖി മാനുഫാക്ചർ ചെയ്യാനായിട്ട്, ദാറ്റ് ഇസ് പൗഡേർഡ് ബ്രിക്സ് ആണ്. നമ്മൾ ലൈം പ്ലാസ്റ്ററിലും ലൈം കോൺക്രീറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന പൗഡേർഡ് ബ്രിക്സിനാണ് സുർഖി എന്ന് പറയുന്നത്. താങ്ക് യു. ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് വൺസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.